പ്രിയപ്പെട്ട കൂട്ടുകാരെ, 7ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം 4ാമത്തെ യൂണിറ്റായ ഇന്ത്യ ടുവേഴ്സ് ന്യൂ ഇറ, ഇന്ത്യ പുതുയുഗത്തിലേക്ക് എന്ന യൂണിറ്റിന്റെ ഫസ്റ്റ് പാർട്ട് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു അനാചാരത്തിന്റെ ചിത്രവും അതിനെക്കുറിച്ചുള്ള വിവരണത്തോടും കൂടിയാണ് യൂണിറ്റ് ആരംഭിക്കുന്നത്. ഈ ചിത്രം ഏത് ഈവിൾ പ്രാക്ടീസ്, അതായത് ഏത് ദുരാചാരത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നറിയാമോ? പണ്ടുകാലത്ത് നിലനിന്നിരുന്ന സതി എന്ന് പറയുന്ന ഒരു ദുരാചാരത്തെക്കുറിച്ചുള്ള ചിത്രമാണിത്. എന്താണ് ഈ ദുരാചാരമെന്ന് ഇവിടെ നൽകിയിട്ടുള്ള വിവരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇറ്റ് വാസ് AD 1612-16, a day in Surat. A Baniya man was dead. AD 1612-16 കാലഘട്ടത്തിലെ സൂറത്തിലെ ഒരു ദിവസം ബനിയ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ മരിച്ചു. The body is being carried away for cremation to the burial ground. Hundreds of people accompany the funeral procession. ആ മരിച്ചയാളുടെ ശവശരീരം ദഹിപ്പിക്കാനായി അകലെയുള്ള ഒരു ശ്മശാനത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ ശവമഞ്ചത്തെ അനുഗമിച്ചുകൊണ്ട് നൂറുകണക്കിന് ആളുകളും പോകുന്നുണ്ട്. വൈഫ് ഓഫ് ദി ഡിസീസ്ഡ് ഈസ് അക്കമ്പനീഡ് ബൈ റിലേറ്റീവ്സ് ആൻഡ് മെയ്ഡ്സ്. ഷീ ഹാസ് പുട്ട് ഓൺ ന്യൂ ക്ലോത്ത്സ് ആൻഡ് ഓർണമെന്റ്സ് ആസ് ഇഫ് ഷീ ഈസ് അബൌട്ട് ടു എൻ്റർ ദി ബ്രൈഡൽ ചേംബർ. പരേതന്റെ ഭാര്യയാകട്ടെ പുത്തൻ വസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിച്ച് ആ സംഘത്തോടൊപ്പമുണ്ട്. വിവാഹ മണ്ഡപത്തിലേക്ക് എന്ന പോലെ ബന്ധുക്കളും തോഴിമാരും ചേർന്ന് അവളെ കൊണ്ടുപോകുന്നു. എന്തിനായിരിക്കാം ആ പെൺകുട്ടിയെ അങ്ങനെ അണിയിച്ചൊരുക്കി മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ കൊണ്ടുപോകുന്നതെന്ന് നമുക്ക് നോക്കാം. The dead body is placed on the funeral pyre. She circles the pyre 3 times and sits on it, placing her husband's head on her lap. എന്താണ് ഫ്യൂണറൽ പയർ എന്ന് പറഞ്ഞാൽ? ശവസംസ്കാരത്തിനുള്ള ചിതയെയാണ് ഫ്യൂണറൽ പയർ എന്ന് പറയുന്നത്. ശവശരീരം ചിതയിൽ വെച്ചു 3 വട്ടം വലം വെച്ച് അവൾ ചിതയിൽ കയറിയിരുന്നു. എന്നിട്ട് ഭർത്താവിന്റെ ശിരസ് മടിയിൽ വെച്ചു. ആ മരിച്ചു കിടക്കുന്ന ആളുടെ ശിരസ്സെടുത്ത് തന്റെ മടിയിൽ വെച്ചു. എന്തിനു വേണ്ടിയാണ് അവൾ അങ്ങനെ ചെയ്തത്? ഷീ ഈസ് ഗോയിങ് ടു അക്കമ്പനി ഹർ ഹസ്ബൻഡ് ടു അതർ വേൾഡ്. ദാറ്റ് വാസ് ദി ബിലീഫ്. ഭർത്താവിനോടൊപ്പം മറ്റൊരു ലോകത്തിലേക്ക് അവൾ താമസിക്കാൻ പോവുകയാണ്. അതാണ് വിശ്വാസം. ഫയർവുഡ് ഈസ് പ്ലേസ്ഡ് അറൗണ്ട് ഹർ. ഗീ, ഓയിൽ ആൻഡ് പെർഫ്യൂംസ് ആർ ഷവേഡ് ഓവർ ഹർ ആൻഡ് ദി ഫയർ ഈസ് ലിറ്റ്. വളരെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് അവിടെ നടന്നത്. ഉണങ്ങിയ വിറകുകൊള്ളികളും നെയ്യും എണ്ണയും അവൾക്കു ചുറ്റും കുമിഞ്ഞു. സുഗന്ധദ്രവ്യങ്ങൾ അവൾക്കുമേൽ വർഷിച്ചു. ചിതയ്ക്ക് തീ കൊളുത്തി. ആ ഭർത്താവിനോടൊപ്പം ജീവനുള്ള ആ ശരീരവും ആ തീയിൽ വെന്തമരുന്ന വളരെ വേദനിപ്പിക്കുന്ന കാഴ്ചയാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. ആ പെൺകുട്ടിയുടെ പ്രായമറിഞ്ഞാൽ അതിനേക്കാൾ വേദനയാകും നമുക്ക്. ഷീ വാസ് നോട്ട് മോർ ദാൻ 10 years old and had not even lived with her husband. Still she as a wife was burned alive in the fire. 10 വയസ്സിലധികം പ്രായമില്ലാത്ത അവൾ ഭർത്താവിനോടൊപ്പം താമസിച്ചിട്ടില്ല. എന്നിട്ടും ഭാര്യ എന്ന നിലയിൽ അവൾ ചിതയിലെരിഞ്ഞു. എന്തുമാത്രം മനസ്സിന് മുറിവേൽക്കുന്ന ഒരു ദുരാചാരമായിരുന്നു സതി എന്ന് മനസ്സിലായോ? ഭർത്താവ് മരിച്ചാൽ ഭാര്യ ഭർത്താവിനോടൊപ്പം ആ ചിതയിൽ വെന്തെരിയണം. അതാണ് സതി എന്ന അനാചാരം. ഇവിടെ പെൺകുട്ടിക്ക് 10 വയസ്സിലധികം പ്രായമില്ല എന്നാണ് പറയുന്നത്. ആ കാലഘട്ടത്തിലെ മറ്റൊരു ദുരാചാരം കൂടി നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ചൈൽഡ് മാരേജ്, ശൈശവ വിവാഹം. ഇത്തരത്തിലുള്ള നിരവധി ദുരാചാരങ്ങൾ നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്നു. അവ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? Several social evils and practices prevailed in India. Can you name some of them? നിരവധി സാമൂഹിക അനാചാരങ്ങൾ ഇന്ത്യയിൽ നിലനിന്നിരുന്നു. അവയിൽ ചിലതിന്റെ പേര് പറയാമോ? ഇന്ത്യയിൽ നിലനിന്നിരുന്ന സാമൂഹിക അനാചാരങ്ങൾ ഏതെല്ലാമായിരുന്നു? ഒരു ദുരാചാരത്തെക്കുറിച്ച് നമ്മളിവിടെ പഠിച്ചതാണ് സതി. അതുപോലെ തന്നെ ചൈൽഡ് മാരേജ്, ശൈശവ വിവാഹം. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പെൺകുട്ടികളെ വിവാഹം ചെയ്തു കൊടുക്കുന്ന രീതി നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്നു. മറ്റൊരു ഈവിൽ പ്രാക്ടീസ് ആയിരുന്നു പ്രൊഹിബിഷൻ ഓൺ വിഡോ റീമാരേജ്, വിധവാ വിവാഹ നിഷേധം. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് മറ്റൊരു വിവാഹം കഴിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. നെക്സ്റ്റ്, ഹ്യൂമൻ സാക്രിഫൈസ്, നരബലി. ദേവപ്രീതിക്കായി മനുഷ്യരെ ബലി കൊടുക്കുന്ന സമ്പ്രദായം ഇന്ത്യയിൽ നിലനിന്നിരുന്നു. മറ്റൊരു ദുരാചാരമായിരുന്നു ഫീമെയിൽ ഇൻഫാന്റിസൈഡ്,
പെൺശിശുഹത്യ. ഒരു കുട്ടി ജനിച്ചാൽ അത് പെൺകുട്ടിയാണ് എങ്കിൽ കൊല്ലുന്ന സമ്പ്രദായവും ഇന്ത്യയിലുണ്ടായിരുന്നു. എത്രമാത്രം ഭീകരമായ ദുരാചാരങ്ങളായിരുന്നു ഇന്ത്യയിൽ നിലനിന്നിരുന്നത് അല്ലെ? മറ്റൊരു ദുരാചാരമായിരുന്നു സ്ലേവറി, അടിമത്തം. അതുപോലെ തന്നെ കാസ്റ്റ് സിസ്റ്റം, ജാതി വ്യവസ്ഥ. താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് അടിമതുല്യമായ ജീവിതമായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഡിനൈൽ ഓഫ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസ നിഷേധം. താഴ്ന്ന ജാതിയിൽപ്പെട്ടവന് പഠിക്കാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെട്ടിരുന്നു. എല്ലാ വിഭാഗങ്ങൾക്കും പഠിക്കുവാൻ കഴിയുമായിരുന്നില്ല പണ്ടുകാലത്ത് ഇന്ത്യയിൽ. ഇങ്ങനെ നിരവധി ഈവിൾ പ്രാക്ടീസ് ഇന്ത്യയിൽ നിലനിന്നിരുന്നു. ഇത്തരം അനാചാരങ്ങൾക്കെതിരെ 19-ാം നൂറ്റാണ്ടോടെ അനേകം പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നു. ഈ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്കെല്ലാം പൊതുവായ ചില സവിശേഷതകളും ഉണ്ടായിരുന്നു. അവ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. What are the common features of the reform movements that came up India in the 19th century? 19-ാം നൂറ്റാണ്ടോടെ ഇന്ത്യയിൽ വന്ന പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പൊതു സവിശേഷതകൾ എന്തൊക്കെയാണ്? The protest against the evil customs and superstitions. ഒന്നാമത്തെ സവിശേഷത എന്ന് പറയുന്നത് അനാചാരങ്ങളോടും അന്ധവിശ്വാസങ്ങളോടുമുള്ള എതിർപ്പ്. അതായത് അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ഈ പരിഷ്കരണ പ്രസ്ഥാനങ്ങളെല്ലാം എതിർത്തിരുന്നു. മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഫ്രീഡം ഓഫ് വുമൺ, സ്ത്രീ സ്വാതന്ത്ര്യം. സ്ത്രീകൾക്ക് ആ കാലഘട്ടത്തിൽ ഒരു സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നില്ല. സ്ത്രീ സ്വാതന്ത്ര്യമായിരുന്നു ഈ കാലഘട്ടത്തിൽ ഉയർന്നു വന്ന പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ മറ്റൊരു പ്രധാന സവിശേഷത. അതോടൊപ്പം സ്പ്രെഡ് ഓഫ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിന്റെ വ്യാപനം. വിദ്യാഭ്യാസം വ്യാപിപ്പിക്കുക എന്നുള്ളതും ഈ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ലക്ഷ്യമായിരുന്നു. നെക്സ്റ്റ് പോയിന്റ്, സെൻസ് ഓഫ് പ്രൈഡ് ഓൺ ഇന്ത്യൻ കൾച്ചർ. ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ചുള്ള അഭിമാനബോധം. എന്തൊക്കെയായിരുന്നു 19-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ ഉയർന്നു വന്ന പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ കോമൺ ഫീച്ചേഴ്സ്? ദി പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദി ഈവിൾ കസ്റ്റംസ് ആൻഡ് സൂപ്പർസ്റ്റിഷൻസ്, ഫ്രീഡം ഓഫ് വുമൺ, സ്പ്രെഡ് ഓഫ് എഡ്യൂക്കേഷൻ, സെൻസ് ഓഫ് പ്രൈഡ് ഓൺ ഇന്ത്യൻ കൾച്ചർ. അനാചാരങ്ങളോടും അന്ധവിശ്വാസങ്ങളോടുമുള്ള എതിർപ്പ്, സ്ത്രീ സ്വാതന്ത്ര്യം, വിദ്യാഭ്യാസത്തിന്റെ വ്യാപനം, ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ചുള്ള അഭിമാനബോധം. ഇനി നമുക്ക് സാമൂഹിക അനാചാരങ്ങൾക്കെതിരെയും സാമൂഹിക ഉന്നമനത്തിന് വേണ്ടിയും പ്രവർത്തിച്ച പ്രധാന വ്യക്തികളെയും അവർ തുടക്കം കുറിച്ച പ്രസ്ഥാനങ്ങളെയും നമുക്ക് പരിചയപ്പെടാം. ആദ്യം നമ്മൾ പഠിക്കുന്നത് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ്, who gained Western education, strongly condemned the evil practices like sati and child marriage that prevailed in India. പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിയ രാജാറാം മോഹൻ റോയ് ഇന്ത്യയിൽ നിലനിന്നിരുന്ന പല അനാചാരങ്ങളെയും ശക്തമായി എതിർത്തു. സതി, ശൈശവ വിവാഹം എന്നീ അനാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്തി. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഒരു വ്യക്തിയായിരുന്നു രാജാറാം മോഹൻ റോയ്. അദ്ദേഹം ആ കാലത്ത് നിലനിന്നിരുന്ന അനാചാരങ്ങളായ സതി, ശൈശവ വിവാഹം എന്നീ അനാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്തി. Name the social reformer who fought against the social evil sati. സതി എന്ന അനാചാരത്തിനെതിരെ പോരാടിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് ആയിരുന്നു സതി എന്ന അനാചാരത്തിനെതിരെ പോരാടിയത്. ഹിസ് ക്യാമ്പയിൻ അഗെയിൻസ്റ്റ് സതി പെർസ്വേഡഡ് ലോർഡ് വില്യം ബെന്റിക്, ദി ബ്രിട്ടീഷ് ഗവർണർ ജനറൽ, ടു അബോളിഷ് സതി. ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്ന വില്യം ബെന്റിക് പ്രഭുവാണ് സതി നിരോധിച്ചത്. ഇവിടെ നമ്മൾ ഓർമ്മിച്ചു വെക്കേണ്ട ഒരു കാര്യം, സതി എന്ന അനാചാരത്തിനെതിരെ ശക്തമായി പോരാടിയ വ്യക്തി രാജാറാം മോഹൻ റോയ് ആണ്. എന്നാൽ അത് നിയമം മൂലം നിർത്തലാക്കിയത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്ന വില്യം ബെന്റിക് പ്രഭുവാണ്. നൈം ദി ബ്രിട്ടീഷ് റൂളർ ഹു അബോളിഷ് സതി ബൈ ലോ. നിയമം മൂലം സതി നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി ആര്? ലോർഡ് വില്യം ബെന്റിക്. വില്യം ബെന്റിക് പ്രഭുവാണ് നിയമം മൂലം സതി നിർത്തലാക്കിയത്. ഹി ഫൗണ്ടഡ് ബ്രഹ്മ സമാജ് ടു പ്രൊപ്പഗേറ്റ് ഹിസ് ഐഡിയോളജി ആൻഡ് ഗേവ് ദി മെസ്സേജ് ദാറ്റ് ദി ഐഡിയൽസ് ഓഫ് ഓൾ റിലീജിയൻസ് ആർ ബേസിക്കലി ദി സെയിം. തന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി ബ്രഹ്മസമാജം എന്ന സംഘടന സ്ഥാപിച്ച അദ്ദേഹം അടിസ്ഥാനപരമായി എല്ലാ മതങ്ങളും ഒന്നാണെന്നുള്ള പൊതു സന്ദേശം പ്രചരിപ്പിച്ചു. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, രാജാറാം മോഹൻ റോയ് തന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് സ്ഥാപിച്ച സംഘടന ഏതാണ്? ബ്രഹ്മസമാജം. അതുപോലെ തന്നെ എല്ലാ മതങ്ങളും ഒന്നാണ് എന്നുള്ള സന്ദേശവും അദ്ദേഹം പ്രചരിപ്പിച്ചു.
ഹു ഫൗണ്ടഡ് ബ്രഹ്മസമാജ്? ആരാണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത്? രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് ആണ് ബ്രഹ്മസമാജത്തിന്റെ സ്ഥാപകൻ. ഹി സ്ട്രോങ്ലി ബിലീവ്ഡ് കാസ്റ്റ് സിസ്റ്റം ടു ബി ദി മേജർ സോഴ്സ് ഓഫ് ഡിസ്പാരിറ്റി ഇൻ ഇന്ത്യൻ സൊസൈറ്റി. ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിന്റെ പ്രധാനപ്പെട്ട ഉറവിടം എന്താണെന്നാണ് രാജാറാം മോഹൻ റോയ് വിശ്വസിച്ചത്? കാസ്റ്റ് സിസ്റ്റം, ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിന്റെ ഉറവിടമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഹു ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് ഇന്ത്യൻ റെനൈസൻസ്? ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് ആണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഈ ചിത്രത്തിൽ കാണുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണെന്നറിയാമോ? സ്വാമി ദയാനന്ദ സരസ്വതി. സ്വാമി ദയാനന്ദ സരസ്വതിയെ കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. സ്വാമി ദയാനന്ദ സരസ്വതി വാസ് ദി ലീഡർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ് ഹു അറ്റാക്ക്ഡ് കാസ്റ്റ് സിസ്റ്റം ആൻഡ് കണ്ടംഡ് ഐഡൽ വർഷിപ്പ്. ഏതൊക്കെ സാമൂഹ്യ തിന്മകളെയാണ് സ്വാമി ദയാനന്ദ സരസ്വതി എതിർത്തത്? കാസ്റ്റ് സിസ്റ്റം, ജാതി വ്യവസ്ഥ, ഐഡൽ വർഷിപ്പ്, വിഗ്രഹാരാധന. ജാതി വ്യവസ്ഥയെയും വിഗ്രഹാരാധനയെയും എതിർത്ത നവോത്ഥാന നായകനാണ് സ്വാമി ദയാനന്ദ സരസ്വതി. ടു ഡിസെമിനേറ്റ് ഹിസ് ഐഡിയോളജി ഹി ഫൗണ്ടഡ് ആര്യ സമാജ്. തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ആര്യ സമാജം എന്ന സംഘടന രൂപീകരിച്ചു. ഹു ഈസ് ദ ഫൗണ്ടർ ഓഫ് ആര്യ സമാജ്? ആര്യ സമാജത്തിന്റെ സ്ഥാപകൻ ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. സ്വാമി ദയാനന്ദ സരസ്വതി 1875 സ്ഥാപിച്ചതാണ് ആര്യ സമാജം. ഹി ഗേവ് ദി കോൾ ഗോ ബാക്ക് ടു വേദാസ്. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ആഹ്വാനമാണ് ഗോ ബാക്ക് ടു വേദാസ്, വേദങ്ങളിലേക്ക് മടങ്ങുക. ഹു ഗേവ് ദി ഫേമസ് സ്ലോഗൻ ഗോ ബാക്ക് ടു വേദാസ്? വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന പ്രസിദ്ധമായ മുദ്രാവാക്യം ആരുടേതാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. സ്വാമി ദയാനന്ദ സരസ്വതിയാണ് വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത്. അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന സോഷ്യൽ റിഫോമർ ജ്യോതിറാവു ഫുലെ. ജ്യോതിറാവു ഫുലെ കണ്ടംഡ് കാസ്റ്റ് സിസ്റ്റം ആൻഡ് പ്രൊമോട്ടഡ് വിഡോ റീമേരേജ്. ജ്യോതിറാവു ഫുലെ വിധവകളുടെ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ജാതി വ്യവസ്ഥയെ എതിർക്കുകയും ചെയ്തു. അതുപോലെ തന്നെ he argued that free and compulsory education should be provided to children up to 12 years and gave primary concern to education of the weaker section and women. 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ച അദ്ദേഹം അധസ്ഥിത വിഭാഗക്കാരുടെയും സ്ത്രീകളുടെയും വിദ്യാഭ്യാസത്തിന് പ്രാമുഖ്യം നൽകി. ഇതിനുവേണ്ടി അദ്ദേഹം സ്ഥാപിച്ച സംഘടനയുടെ പേര് ഏതാണെന്നറിയാമോ? For these purposes, he founded the സത്യശോധക് സമാജ്. ഈ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി ഫുലെ സ്ഥാപിച്ച സംഘടനയാണ് സത്യശോധക് സമാജ്. Name the organization formed by ജ്യോതിറാവു ഫുലെ. ജ്യോതിറാവു ഫുലെ സ്ഥാപിച്ച സംഘടനയുടെ പേര് എന്താണ്? സത്യശോധക് സമാജ്. ഓർമ്മിച്ചു വയ്ക്കണം, സത്യശോധക് സമാജ് സ്ഥാപിച്ചത് ജ്യോതിറാവു ഫുലെയാണ്. Name the social reformer who argued that free and compulsory education should be provided to children up to 12 years. 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ജ്യോതിറാവു ഫുലെ. ഹു ഫൗണ്ടഡ് ദി ആര്യ മഹിളാ സഭ? ആര്യ മഹിളാ സഭ സ്ഥാപിച്ചത് ആരാണ്? പണ്ഡിത രമാഭായി ഫൗണ്ടഡ് ആര്യ മഹിളാ സഭ, an organization for the uplift of women. സ്ത്രീകളുടെ ഉന്നമനത്തിനായി പണ്ഡിത രമാഭായിയാണ് ആര്യ മഹിളാ സഭ സ്ഥാപിച്ചത്. അപ്പോൾ ആരാണ് ആര്യ മഹിളാ സഭ സ്ഥാപിച്ചത്? പണ്ഡിത രമാഭായി. She fought against the social inequalities faced by women and worked tirelessly for women's education and the empowerment of widows. സ്ത്രീകൾ അനുഭവിക്കുന്ന സാമൂഹിക അസമത്വങ്ങൾക്കെതിരെ പോരാടി വിധവകളുടെ ഉന്നമനത്തിനും സ്ത്രീ വിദ്യാഭ്യാസത്തിനും വേണ്ടി അവർ പ്രവർത്തിച്ചു. അപ്പോൾ പണ്ഡിത രമാഭായിയെ കുറിച്ച് നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്? സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചു. സ്ത്രീകൾ അനുഭവിക്കുന്ന സാമൂഹിക അസമത്വങ്ങൾക്കെതിരെ പോരാടി
വിധവകളുടെ ഉന്നമനത്തിനും സ്ത്രീ വിദ്യാഭ്യാസത്തിനും വേണ്ടി പ്രവർത്തിച്ചു. അടുത്ത് നമ്മൾ പഠിക്കുന്നത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. Sir Syed Ahmad Khan led the movement for the spread of modern education among Muslims. He established Muhammadan Anglo-Oriental College at Aligarh that later became the famous അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി. മുസ്ലിങ്ങൾക്കിടയിലെ ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകിയ വ്യക്തി ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അദ്ദേഹം സ്ഥാപിച്ച ആംഗ്ലോ ഓറിയന്റൽ കോളേജാണ് പിന്നീട് പ്രസിദ്ധമായ അലിഗഡ് മുസ്ലിം സർവകലാശാലയായി മാറിയത്. ഫസ്റ്റ് നെയിം ഓഫ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി. അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ ആദ്യത്തെ പേര് മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ്. One of his remarks on Hindu-Muslim unity is given below. ഹിന്ദു മുസ്ലിം ഐക്യത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് എന്താണ്? Both Hindus and Muslims breathe the air of India, drink the water of Ganga and Yamuna. We both feed upon the products of the Indian soil. We are together in life and death. ഹിന്ദു മുസ്ലിം ഐക്യത്തെപ്പറ്റി സർ സയ്യിദ് അഹമ്മദ് ഖാൻ പറഞ്ഞത് ബോത്ത് ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ് ബ്രീത്ത് ദി എയർ ഓഫ് ഇന്ത്യ. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഡ്രിങ്ക് ദി വാട്ടർ ഓഫ് ഗംഗ ആൻഡ് യമുന, ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു. വി ബോത്ത് ഫീഡ് അപ്പോൺ ദി പ്രോഡക്ട്സ് ഓഫ് ദി ഇന്ത്യൻ സോയിൽ. നാം രണ്ടും ഇന്ത്യയുടെ മണ്ണിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഭക്ഷിക്കുന്നു. വി ആർ ടുഗദർ ഇൻ ലൈഫ് ആൻഡ് ഡെത്ത്. ജീവിതത്തിലും മരണത്തിലും നാം ഒന്നിച്ചാണ്. ഇദ്ദേഹത്തിന്റെ വാക്കുകൾ ഹിന്ദു മുസ്ലിം ഐക്യത്തിനുതകുന്നതാണ്. ഇന്ത്യയിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഭിന്നിച്ചു നിൽക്കേണ്ടവരല്ല, ഒരുമിച്ച് നിൽക്കേണ്ടവരാണ്. നമ്മുടെ ജീവനും വായുവും ജലവും എല്ലാം നമ്മുടെ ഇന്ത്യയാണ് എന്ന സന്ദേശമാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ നൽകുന്നത്. അടുത്ത് നമ്മൾ പഠിക്കുന്നത് സ്വാമി വിവേകാനന്ദ. സ്വാമി വിവേകാനന്ദനെ കുറിച്ചാണ്. സ്വാമി വിവേകാനന്ദ fought against the caste inequalities and promoted എഡ്യൂക്കേഷൻ എമോങ് വുമൺ. ജാതീയമായ ഉച്ചനീചത്വങ്ങളെ എതിർക്കുകയും സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത പരിഷ്കർത്താവായിരുന്നു സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹം എന്തിനെയാണ് എതിർത്തത്? കാസ്റ്റ് സിസ്റ്റം, ജാതി വ്യവസ്ഥയെ എതിർത്തു. ഹി ഗേവ് എംബസീസ് ടു ദി യൂണിവേഴ്സൽ ബ്രദർഹുഡ് and remarked, for our own motherland a junction of the two great systems, Hinduism and Islam, is the only hope. അദ്ദേഹം എന്തിനാണ് ഊന്നൽ കൊടുത്തത്? യൂണിവേഴ്സൽ ബ്രദർഹുഡ്, വിശ്വസാഹോദര്യത്തിന് ഊന്നൽ കൊടുത്തു. അദ്ദേഹം പറഞ്ഞത് മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിന്റെ ഏക പ്രതീക്ഷ. ഹിന്ദു മുസ്ലിം ഐക്യമാണ് നമ്മുടെ മാതൃരാജ്യത്തിന്റെ ഏക പ്രതീക്ഷ എന്നാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്. ഹു വാസ് ദി ഗുരു ഓഫ് സ്വാമി വിവേകാനന്ദ? സ്വാമി വിവേകാനന്ദന്റെ ഗുരു ആരായിരുന്നു? ഹി വാസ് ദി ഡിസൈപ്പിൾ ഓഫ് ശ്രീരാമകൃഷ്ണ പരമഹംസ. ഡിസൈപ്പിൾ എന്ന് പറയുന്നത് അനുയായി, അതായത് ശിഷ്യൻ എന്നാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസനായിരുന്നു അദ്ദേഹത്തിന്റെ ഗുരു. He founded the Ramakrishna Mission to propagate the teachings of his master. ഗുരുവിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി വിവേകാനന്ദൻ സ്ഥാപിച്ച സംഘടനയാണ് രാമകൃഷ്ണ മിഷൻ. Who is the founder of രാമകൃഷ്ണ മിഷൻ? രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് ആരാണ്? സ്വാമി വിവേകാനന്ദ. സ്വാമി വിവേകാനന്ദനാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത്. ദി മിഷൻ എസ്റ്റാബ്ലിഷ്ഡ് സെവറൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓൾ ഓവർ ഇന്ത്യ. ഈ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ രാജ്യത്തുടനീളം ധാരാളം വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. അതുമാത്രമല്ല, ഹി പ്ലേഡ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ അവേക്കനിങ് ദി നാഷണലിസ്റ്റിക് ഫീലിംഗ് ആൻഡ് സെൽഫ് റെസ്പെക്ട് എമോങ് ഇന്ത്യൻസ്. ഇന്ത്യക്കാരിൽ ദേശീയ ബോധവും ആത്മാഭിമാനവും ഉണർത്തുന്നതിൽ വിവേകാനന്ദന്റെ പ്രവർത്തനങ്ങൾ പ്രധാന പങ്ക് വഹിച്ചു. ഇന്ത്യയിൽ നിലനിന്നിരുന്ന സാമൂഹിക അനാചാരങ്ങൾക്കെതിരെയും സാമൂഹിക ഉന്നമനത്തിന് വേണ്ടിയും പ്രവർത്തിച്ച പ്രധാന വ്യക്തികളെയും അവർ തുടക്കം കുറിച്ച പ്രസ്ഥാനങ്ങളെയും കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനി ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുള്ള ഒരു ടേബിൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. കംപ്ലീറ്റ് ദി ടേബിൾ. ടേബിളിൽ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? ലീഡേഴ്സ് ഓഫ് ഇന്ത്യൻ റെനൈസൻസ്, ഇന്ത്യയിലെ നവോത്ഥാന നായകർ. രണ്ടാമത്തെ കോളത്തിലോ ഓർഗനൈസേഷൻ, അവർ നേതൃത്വം കൊടുത്ത പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ്. അതിനുശേഷം മേജർ ആക്ടിവിറ്റീസ്, അവരുടെ പ്രധാന പ്രവർത്തനങ്ങൾ. ആദ്യം രാജാറാം മോഹൻ റോയ്, അദ്ദേഹം സ്ഥാപിച്ച പ്രസ്ഥാനം ഏതാണ്? ബ്രഹ്മ സമാജ്, ബ്രഹ്മസമാജം.
മേജർ ആക്ടിവിറ്റീസ്, പ്രധാന പ്രവർത്തനങ്ങൾ ഏതാണ്? ട്രൈ ടു പുട്ട് ആൻ എൻഡ് ടു സതി ആൻഡ് ചൈൽഡ് മാരേജ്. സതിയും ശൈശവ വിവാഹവും അവസാനിപ്പിക്കാൻ ശ്രമിച്ചു. പ്രൊമോട്ടഡ് വിഡോ റീമാരേജ്. വിധവാ പുനർവിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചു. അടുത്ത് സ്വാമി ദയാനന്ദ സരസ്വതി. അദ്ദേഹം സ്ഥാപിച്ച പ്രസ്ഥാനം ഏതാണ്? ആര്യ സമാജ്. ആര്യ സമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. അദ്ദേഹത്തിന്റെ മേജർ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒപ്പോസ്ഡ് കാസ്റ്റ് സിസ്റ്റം, ജാതി വ്യവസ്ഥയെ എതിർത്തു. ഹി ഗേവ് ദി കോൾ ഗോ ബാക്ക് ടു വേദാസ്. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തു. അടുത്ത് ജ്യോതിറാവു ഫുലെ. ജ്യോതിറാവു ഫുലെ സ്ഥാപിച്ച പ്രസ്ഥാനം ഏതാണ്? സത്യശോധക് സമാജ്. സത്യശോധക് സമാജം. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ് എന്താണ്? ഒപ്പോസ്ഡ് കാസ്റ്റ് സിസ്റ്റം, ജാതി വ്യവസ്ഥയെ എതിർത്തു. പ്രൊമോട്ടഡ് വിഡോ റീമാരേജ്, വിധവാ പുനർവിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചു. നെക്സ്റ്റ്, പണ്ഡിത് രമാഭായി. പണ്ഡിത രമാഭായി. പണ്ഡിത രമാഭായി സ്ഥാപിച്ച പ്രസ്ഥാനം ഏതാണ്? ആര്യ മഹിളാ സഭ. പ്രധാനപ്പെട്ട ആക്ടിവിറ്റി എന്താണ്? വർക്ക്ഡ് ഫോർ റിമൂവിംഗ് സോഷ്യൽ ഇൻഇക്വാളിറ്റീസ് ഫേസ്ഡ് ബൈ വുമൺ. സ്ത്രീകൾ അനുഭവിക്കുന്ന സാമൂഹ്യ അസമത്വങ്ങൾക്കെതിരെ പോരാടി. അടുത്ത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. സർ സയ്യിദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച പ്രസ്ഥാനം ഏതാണെന്ന് അറിയാമോ? അലിഗഡ് മൂവ്മെന്റ്, അലിഗഡ് പ്രസ്ഥാനം. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? പ്രൊമോട്ടഡ് മോഡേൺ എഡ്യൂക്കേഷൻ എമോങ് ദി മുസ്ലിംസ്. മുസ്ലിങ്ങൾക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകി. അതുപോലെ എസ്റ്റാബ്ലിഷ്ഡ് മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ്. മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചു. മുസ്ലിങ്ങൾക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകുകയും മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിക്കുകയും ചെയ്തത് സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. നെക്സ്റ്റ്, സ്വാമി വിവേകാനന്ദ. സ്വാമി വിവേകാനന്ദൻ സ്ഥാപിച്ച ഓർഗനൈസേഷൻ ഏതാണ്? രാമകൃഷ്ണ മിഷൻ. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനം ഫോട്ട് എഗെയിൻസ്റ്റ് കാസ്റ്റ് ഇൻഇക്വാളിറ്റീസ് ആൻഡ് പ്രൊമോട്ടഡ് എഡ്യൂക്കേഷൻ എമോങ് വുമൺ. ജാതീയമായ ഉച്ചനീചത്വങ്ങളെ എതിർക്കുകയും സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. 19-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ ഉയർന്നു വന്ന പ്രധാന പ്രസ്ഥാനങ്ങളെയും അവയ്ക്ക് നേതൃത്വം കൊടുത്തവരെയും കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ യൂണിറ്റിന്റെ ഫസ്റ്റ് പാർട്ട് ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. തുടർന്നുള്ള ഭാഗങ്ങളും തുടർ പ്രവർത്തനങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം.